അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അടിപൊളി കോംബോ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാൽ പൊറോട്ടയും പിന്നെ ചിക്കൻ കശ്മീരി ചിക്കൻ കറി അല്ലാന്നുണ്ടെങ്കിലും മസാല. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ ഇതാ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് പാൽ പൊറോട്ടയാണ്. അതിനായിട്ട് ഞാൻ 3 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ് മൈദയാണ് കേട്ടോ. 3/4 കിലോനുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മൈദൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിലെടുക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കലാണ്. ഇത് പാൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുക. പിന്നെ പാലിന് മുന്നേ ഞാനിതിലേക്ക് 2 കോഴിമുട്ട എടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ 1 മതി. ഞാനിപ്പം ചെറുതായതുകൊണ്ടാണ് 2 ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുട്ടയില്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുക, കുഴപ്പമൊന്നുമില്ല. മുട്ടയും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആവും. ഇനിയിപ്പോൾ ഇതാ കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഇളം ചൂടുള്ള പാൽ വേണം കേട്ടോ. നമ്മളിതിൽ വെള്ളം ചേർക്കൂല, പാൽ മാത്രം വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ചായിട്ട് ഇളം ചൂട് പാലും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കലാണ്. നമ്മൾ ചപ്പാത്തിയെല്ലാം കുഴക്കൂലേ, അതുപോലെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതായാലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി എന്താ പറയുക ഒഴിച്ചിട്ട് നല്ലോണം കൈവച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുക്കലാണ്. കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മാവിലെ മുട്ട ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റി ആയിരിക്കും. പിന്നെ മുട്ട ചേർക്കാണ്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ എന്നോട് അധികം കമൻറ്റിൽ ചോദിക്കലുണ്ട് മുട്ട ചേർക്കാണ്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ മുട്ട ചേർക്കാണ്ട് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം സോഫ്റ്റ് ആകുന്നതുവരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 15 മിനിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതാ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചു വെക്കലാം. എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അടുപ്പ് വെച്ചിട്ടോ ക്ലീൻ റാപ്പ് വെച്ചിട്ടോ നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം ഞാനിത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് ഓരോരോ ബോൾസ് ആക്കി എടുക്കുക. കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ മുഴുവൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിന് മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് പരത്തിയെടുക്കുക കേട്ടോ. ഞാനിപ്പം മൈദയാണ് ഇട്ട് കൊടുത്തേ. എന്നിട്ടിത് നമ്മൾ ചപ്പാത്തിയെല്ലാം പരത്തൂലേ, അതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഏതെങ്കിലും ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗീയോ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡാൽഡ ഉണ്ടെങ്കിൽ ഡാൽഡ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, വെളിച്ചെണ്ണയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇതാ മടക്കിയെടുക്കുന്നുണ്ട്. ഒരു സൈഡിലേക്കായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ആ ഒരു സൈഡ് ഉണ്ടാവില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു മടക്കിയ ഭാഗമില്ലേ, അതിന് മുകളിലായിട്ടും ഞാൻ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണമെന്നില്ല, കൈവച്ചിട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഓയിൽ വേണമെന്നില്ല, നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഒന്ന് കൈവച്ചിട്ടൊന്ന് എന്താ പറയുക ഇതിലാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്. 2 ഭാഗത്തുനിന്നും മുകളിലേക്കായിട്ട് ഒന്ന് മടക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ ബോൾസും ഞാൻ ഇതുപോലെ സെയിം ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്താ പറയുക മൈദ എടുത്തിട്ടില്ല കേട്ടോ, ഓയിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന്. 2 ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുക, ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ സെയിം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനായിട്ടും ഈ ബോൾസ് തീരുന്നവരെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വീണ്ടും മടക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം എല്ലാ മാവും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് കോംബോ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ റെസിപ്പി വീഡിയോക്കെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിന്. അതുപോലെ ഒരുപാട് പേര് ട്രൈ ആക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ടില്ലേ അത്യാവശ്യം വലിപ്പമുള്ള 6 പാൽ പൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് ആക്കി എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം മൈദ എല്ലാം വെച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കലാണ്.
ഇതുപോലെ സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ പരത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ചുട്ടെടുക്കുക. ഇത് നല്ല നേരിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അത്യാവശ്യം കട്ടിയിൽ ഈ ഒരു കട്ടിയിലാണ് പാൽ പൊറോട്ട ഉണ്ടാവുക. എന്നിട്ട് ഇതാ പാന് ചൂടാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ബബിൾസ് വരുന്ന ടൈമിൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടറോ ഗീയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിലും ചെയ്യുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അതിന് മുകളിലായിട്ട് കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ഗീ ഒന്നും ബ്രഷ് ചെയ്യുന്നതിൽ നമ്മൾ എന്താ പറയുക നല്ലതല്ല എന്ന് വിചാരിക്കേണ്ട. ഗീ എല്ലാം നല്ലതാണ്, നമ്മൾ സ്കിന്നിനെല്ലാം ഭയങ്കര ഗുണമുള്ള സംഭവം കേട്ടോ ഗീ. ഇനിയിപ്പോൾ ഇതൊന്ന് പൊങ്ങി വരും, നല്ലോണം ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇതാ നല്ല സ്മെല്ലായിരിക്കും ഇതുണ്ടാക്കുമ്പം. അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ കറീൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വേണ്ടിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ കാശ്മീരി ചിക്കൻ മസാലേൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ആ ഒരു മാവും ഞാൻ ഇതുപോലെ സെയിം പരത്തിയെടുക്കലാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ അടിപൊളിയാണ്, നല്ല രസമാണ് ഇതുണ്ടാക്കാൻ വേണ്ടിക്ക്. വീട്ടിൽ കുറേ ആൾക്കാരെല്ലാം ഉണ്ടാവുമെന്നെങ്കിൽ ഒരു കിലോ മൈദ 2 കിലോ മൈദയിലെല്ലാം ചെയ്തെടുത്തോ കേട്ടോ. അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചെല്ലാം എടുത്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും സെയിം നമ്മൾ നേരത്തെ ചുട്ടെടുത്തില്ലേ അതുപോലെ ചുട്ടെടുക്കലാണ്. ഇത് നല്ലോണം പൊങ്ങുന്നതുകൊണ്ട് തന്നെ ഉൾഭാഗമെല്ലാം നല്ലോണം കുക്കായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതാ നമ്മുടെ പാൽ പൊറോട്ട ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. 2 ഭാഗം ഒരുപോലെ കുക്കായി കഴിഞ്ഞാൽ പാനിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റാണ്, നല്ല ലെയറോട് കൂടിയ പാൽ പൊറോട്ടയാണ്. നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കാശ്മീരി ചിക്കൻ പുലാവിൻ്റെ ചിക്കൻ കറിൻ്റെ റെസിപ്പി കാണിക്കാം. ഞാനിതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പോ 1/2 കപ്പോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ 1 കപ്പ് ചേർത്ത് കൊടുക്കും. ഞാനിപ്പം 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഓയിൽ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു പീസ് പട്ട, ഒരു തക്കോലം, 6 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെന്താ ബേ ലീഫ്. അപ്പം ഞാനിതിൽ ചേർത്ത ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്കാക്കിയെടുക്കുക. റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ 2 മീഡിയം സൈസിലുള്ള ഉള്ളി, അല്ലാന്നുണ്ടെങ്കിൽ 2 വലിയ സൈസിലുള്ള ഉള്ളി നീളത്തിൽ കട്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാലില്ലേ കാശ്മീരി കറി ഉണ്ടാക്കുമ്പം ഇവർ 1 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. പക്ഷേ ഞാൻ ഓയിൽ അത്ര വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്ര ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് കറക്റ്റ് അളവാണ് കേട്ടോ. ഈ ഒരു ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. നമ്മൾ ബിരിയാണിക്കെല്ലാം ഫ്രൈ ആക്കൂലേ അതുപോലെ. അപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കറാമ്പ് പട്ട ഏലക്കയിലില്ലേ അതിൻ്റെ എല്ലാം റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഉള്ളി ഫ്രൈ ആയിട്ട് വന്നാൽ ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുക്കുക. പിന്നെ ഉള്ളി എന്തായാലും ഇതുപോലെ ഫ്രൈ ആയിട്ട് വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി കുക്കാക്കി എടുക്കുക. തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും ഉള്ളിയെല്ലാം ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി എന്തായാലും ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ കുക്കാക്കി എടുക്കണം. ഇതാണ് ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സംഭവം. ഇനിയിപ്പോൾ ഇതാ തക്കാളി ഉള്ളിയെല്ലാം ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ വലിയ ജീരകില്ലേ ഫെനൽ സീഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്പൈസസിൻ്റെ എല്ലാം റോസ് സ്മെല്ല് മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് കുക്കാക്കി എടുക്കുക. പിന്നെ എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടില്ലേ. നല്ല എരിവ് വേണ്ടാത്തവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്കും. അപ്പോൾ ഇത് റോസ് സ്മെല്ല് മാറിയ ശേഷം ഇതിലേക്ക് 5 6 പച്ചമുളക് കട്ട് ചെയ്യാണ്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കില്ലേ കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക.
എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ, ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതാ എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമിൽ ഇതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫുള്ള് ചിക്കനിലെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉള്ളിയും തക്കാളിയും, ഒരു 5 ഉള്ളിയും തക്കാളിയെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം പകുതി ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചിക്കനാണ്, അതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ഉള്ളിയെല്ലാം വെച്ചിട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഗ്രേവിയിലാണ് ഈ ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് ചിക്കനിൽ മസാല വരുന്ന രീതിയിൽ മിക്സാക്കി എടുക്കുക. എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊന്ന് പകുതി വന്ന ശേഷം ഞാൻ വീണ്ടും മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ മിക്സ് ആക്കുമ്പോഴെല്ലാം നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിക്ക്. ഇതാ എല്ലാം കൂടിയിട്ട് വീണ്ടും ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് വെള്ളമല്ലേ ചേർത്ത് കൊടുത്തേ, അതുകൊണ്ട് അടിയിൽ പിടിക്കാണ്ട് നോക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നാൽ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. കട്ടത്തൈരാണെങ്കിൽ നല്ലോണം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഉടച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കണ്ടേ. തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നിൽ അതിനു മുമ്പായിട്ട് ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം, അത്തീന്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് മുന്നേ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ടായിന്. നമ്മളിൽ അധികം ആൾക്കാരും പറയുന്നതാണ് ഭയങ്കര ക്ഷീണമാണ്, തളർച്ചയാണ്, ഒരു പണിയെടുക്കാൻ കഴിയുന്നില്ല എന്നല്ല. അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല, അന്നേരം കിതക്കുന്ന, തലകറക്കം, തലചുറ്റൽ, ഇടയ്ക്കിടെയുള്ള തലവേദന, ചിലർക്കാണെങ്കിൽ മുടി കൊഴിച്ചൽ, കാലിൽ നീര്, വിശപ്പില്ലായ്മ, ഉന്മേഷക്കുറവ്, ഡ്രൈ സ്കിന്ന്, മുട്ടുകളിലെ തൊലി കറക്കുക, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട്. ഇതിനെല്ലാം പ്രധാന കാരണം രക്തക്കുറവ് തന്നെയാണ്. വിളർച്ചയാണ് മിക്ക രോഗങ്ങൾക്കും കാരണം. പക്ഷേ നമ്മളിൽ പലരും എന്താ പറയുക, അത് വലിയ കാര്യമാക്കി എടുക്കില്ല, ശ്രദ്ധിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാത്തതിൽ കൂടുതൽ രോഗങ്ങളിലേക്ക് അത് നമ്മളെ നയിക്കും. അപ്പോൾ രക്തക്കുറവിനുള്ള ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഞാനിപ്പം കാണിക്കുന്നത് അത്തീന്. ഇത് ഓർഗാനിക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുമാത്രമല്ല പഞ്ചസാരയോ എണ്ണയോ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിൽ ഇത് ലേഹ്യമൊന്നുമല്ല, ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ്. എന്താ പറയുക, ഈ പ്രൊഡക്റ്റ് ലാബ് ടെസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റും കൂടിയാണ്. അതുപോലെ തന്നെ ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനും പറ്റും. ഞാൻ മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫിലെല്ലാം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് പേര് ഇത് വാങ്ങിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിച്ചാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. സ്ത്രീകൾക്ക് പീരീഡ്സ് സമയത്ത് ഭയങ്കര വേദനയെല്ലാം ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, എന്താ പറയുക, ബ്ലീഡിങ്, അരിഷസ്, വെള്ളപോക്ക്, മലബന്ധം, അതുപോലെ തന്നെ PCOD പ്രശ്നങ്ങൾ, അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതാ നല്ല റിസൾട്ട് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു അത്തി എന്ന് പറഞ്ഞത്. 4 വർഷമായിട്ടാണ് ഇവർ ഇത് സെയിൽസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 100% നമുക്ക് വിശ്വസിച്ചിട്ട് ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും, എന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ന്യൂട്രീഷ്യൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. കൃത്യമായ പോഷകങ്ങൾ ഇല്ലാത്തവരെ നമുക്ക് പല അസുഖങ്ങൾ വരും. അത് ലഭിക്കാനും ആരോഗ്യം നിലനിർത്താനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനെല്ലാം ഇത് കഴിക്കാം. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അതുപോലെ തന്നെ 3 വയസ്സുള്ള കുട്ടികൾ മുതൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ പ്രായമായ എന്താ പറയുക, ഉമ്മമാരെല്ലാം ഉണ്ടാവില്ലേ, അവർക്കും ഇത് നല്ലതാണ്. കാൽസ്യം കുറവ്, രക്തക്കുറവെല്ലാം ക്ഷീണലുള്ളവരാണെങ്കിൽ, അതുപോലെ മലബന്ധം എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇത് നല്ലതാണ്. അപ്പോൾ ഇത് വിശ്വസിച്ചിട്ട് വാങ്ങാനും പറ്റും, നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇൻഗ്രീഡിയൻസ് വരുന്നത് അത്തിപ്പഴം, ഈത്തപ്പഴം, മുന്തിരി, ബദാം, കശുവണ്ടി, കറുത്ത എള്ള്, കരിഞ്ജീരകം, ജീരകം എല്ലോന്ന്. ഇതിലെ എനർജി, പ്രോട്ടീൻ, കാൽഷ്യം, അയൺ, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഫോളിക് ആസിഡ്, omega-3, 6, ഫൈബർ, വിറ്റാമിൻ A, C, E, K, B1, B2, B6 ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. അതുപോലെ പഞ്ചസാര, എണ്ണ, രാസപദാർത്ഥങ്ങളൊന്നും ഇതിലിവർ ചേർത്തിട്ടില്ല. പ്രകൃതിദത്തമായ രീതിയിലാണ് ഇവർ ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പം വിശ്വസിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, തൈര് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ.
പിന്നെ കട്ടത്തൈരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലോണം മിക്സ് ആക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തത്. പുളി അധികം ഉള്ളതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണെല്ലാം തൈര് മതിയാവും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞതും മുഴുവനായിട്ടുള്ള പച്ചമുളകും ആവശ്യത്തിന് മല്ലിയിലും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാശ്മീരി ചിക്കൻ കറി റെഡിയാവും കേട്ടോ. ഇതുണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. കാണുമ്പം തന്നെ തോന്നില്ലേ അടിപൊളിയാണെന്ന്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. നമ്മൾ സാധാ എപ്പോഴും നമ്മൾ തനതായ രീതിയിലുള്ള കറികളെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നില്ലേ ഇത് 2 ടൈപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം ഈ ഒരു ടൈപ്പിലല്ലേ റെഡിയാക്കി എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കാഷ്യൂനട്ട് പേസ്റ്റും ഫ്രഷ് ക്രീമും ചേർത്തിട്ടും റെഡിയാക്കി എടുക്കുക. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2 ടൈപ്പിൽ കാശ്മീരി ചിക്കൻ കറി അവരുണ്ടാക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ടേസ്റ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂ പേസ്റ്റ് ഉണ്ടാവില്ലേ, അത് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇതുണ്ടില്ലേ നല്ല ലെയറോട് കൂടിയിട്ടുള്ള അടിപൊളി പൊറോട്ടയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ പാലിലല്ലേ ഉണ്ടാക്കിയ. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ രാത്രി ഡിന്നറിനോ എല്ലാം ഉണ്ടാക്കി നോക്ക്. നമ്മുടെ പാൽ പൊറോട്ടയും കാശ്മീരി ചിക്കൻ കറിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.